Focus. Presented by Gulf Brothers Hair Fixing. Wipe your baldness forever. and powered by Azizia Organic World. Aris Group. Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. co-powered by Aris Group in association with Pace Group, Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise. മറ്റൊരാൾക്ക് ലഭിച്ചു എന്നതിൽ അസൂയപ്പെടാൻ കഴിയാത്ത ഒരേ ഒരു കാര്യം മരണമാണ്. ഫോക്കസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഡൊനാൾഡ് ഗ്രൂപ്പ് പ്രവാസി വിശേഷം. എല്ലാ പ്രേക്ഷകർക്കും ഡൊനാൾഡ് ഗ്രൂപ്പ് പ്രവാസി വിശേഷത്തിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത് ഡൊനാൾഡ് ഗ്രൂപ്പിന്റെ MD ശ്രീ ഷാൻ സാഹിബാണ്. വെൽക്കം ടു ദ ഷോ. നമ്മുടെ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇത് അത്ര ഫാസ്റ്റാണ്. ടെക്നോളജി എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്. നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിന് മുമ്പിട്ട് അടുത്ത ഓരോ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഓരോ മനുഷ്യൻ്റെയും ചിന്താഗതിയിൽ ഉരുത്തിരിയുന്നതാണ് ഓരോ ടെക്നിക്കുകളും. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ ഫെസിലിറ്റികളും, നമ്മൾ ഇന്ന് എൻജോയ് ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റികളും ഓരോ വ്യക്തികളുടെയും ചിന്താ ശ്രേണിയിൽ ഉദിച്ച ഐഡിയാസാണ്. അപ്പോൾ അത് ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ദുബായ് ഔട്ട്ലെറ്റിലാണ്. അപ്പം ഞാൻ ഈ മാജിക് കമ്പ്യൂട്ടർ കൊണ്ടുവന്ന് നമ്മുടെ ഔട്ട്ലെറ്റിൽ വെച്ചിട്ട് ഈ സാധനം കോപ്പറേറ്റ് ചെയ്തു. സോ മറ്റുള്ളവർക്ക് ഈ മാജിക് കമ്പ്യൂട്ടർ വ്യൂ ചെയ്തപ്പം അവർക്ക് എന്തോ ഒരു ക്യൂരിയോസിറ്റിയും അതിലെന്തോ ഒരു അതിശയോക്തി ജനിക്കുകയും, അപ്പോൾ അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ അന്നേരം കരുതി എന്തുകൊണ്ട് നമുക്കൊന്ന് വൈറലാക്കിക്കൂടാ. ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ കുറേ ആളുകൾക്ക് ഇതിൻ്റെ ടെക്നോളജിയും അതുപോലെ തന്നെ ഈ സാധനം പർച്ചേസ് ചെയ്യാനും കുറേ എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സമയക്കുറവ് കൊണ്ടാണ് ഇതിൽ കൂടുതൽ ഞാൻ റെസ്പോണ്ട് ചെയ്യാതിരുന്നത്. എനിവേ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി എന്നുള്ളത് ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം. മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് മീൻസ് എ സയൻസ്. മാജിക് ഈസ് എ സയൻസ്. സോ ഇതിലുള്ള മാജിക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഉണ്ടാക്കിയ കമ്പ്യൂട്ടറിലുള്ള മാജിക് എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോണിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് വി ക്യാൻ കോൾ ആട്ടോമേഷൻ ടെക്നോളജി. ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ ഇത് ഉണ്ടാക്കാൻ കൊണ്ട് ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക് ബോണായിട്ട് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ഒരു സാധനമേ ഉള്ളൂ. നമ്മുടെ ആട്ടോമേഷൻ ഷോക്ക് ഒബ്സേഴ്സ്. ഈ ഒറ്റ ഒരു സാധനമേ ഉള്ളൂ. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് സ്വിച്ചുകൾ, പിന്നെ അതുപോലെ ഞാൻ ഇതിനോട് കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ വേണ്ട ഈ ഒരു റിമോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാജിക് സ്റ്റിക്ക് എടുത്തിട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേനും ഇങ്ങനെ മേളിലോട്ട് വരുന്നുണ്ടല്ലോ, അങ്ങനെ കാണുന്നില്ല. അതെന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ഈ റിമോട്ട് ഫിക്സ് ചെയ്തിരിക്കും. ഇതിൽ അപ്പും ഡൗണും ഉണ്ട്. അപ്പം എന്ന് അടിക്കുമ്പോഴത്തേന് ഇത് അപ്പിൽ പോകുന്നു, ഡൗൺ അടിക്കുമ്പോഴത്തേന് ഡൗണിൽ വരുന്നു. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. പിന്നെ ഇതൊരു പർട്ടിക്കുലർ പ്ലേസിൽ വരുമ്പം ഈ സാധനം ഓൺ ആകാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്വിച്ച് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ചെറിയ ഇലക്ട്രോണിക് നോളജ് ഉള്ളവർക്കെല്ലാം ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാലോ, ഒരു ഇലക്ട്രോണിക്സിൽ വലിയ ഡീപ്പായിട്ടുള്ള നോളജ് വേണമെന്നില്ല ഇതിന്. അപ്പോൾ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ പ്ലേസിലെത്തുമ്പോൾ ഈ സാധനത്തിൻ്റെ മാഗ്നറ്റിക് സ്വിച്ച് ഓപ്പൺ ആവുകയും ഈ കമ്പ്യൂട്ടർ ഓൺ ആവുകയും ചെയ്യും. അപ്പം ഈ അപ്പ് ആൻഡ് ഡൗണിൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് നടക്കുകയാണെന്നുള്ള. നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ സൂപ്പർ മാർക്കറ്റ് ഒമാനിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അത് നമ്മുടെ ഒരു കമ്പനിയുടെ പുതിയൊരു കൺസെപ്റ്റാണ്. എൻ്റെ ഒരു ചിന്താഗതിയിൽ ഉരുത്തിരിഞ്ഞ പുതിയൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അത് ഏകദേശം 90% നമ്മൾ സക്സസ് ആക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 90%ഓളം സക്സസ് ആണ്. പക്ഷേ ഇപ്പോൾ അവിടെ ലോക്ക്ഡൗണിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം കാരണം കുറേ എംപ്ലോയീസിനെ നമ്മൾ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ കുറച്ച് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ഏതാണ്ട് ഒരു 10-20 ഡേയ്സിനകത്ത് വെച്ച് ഈ സ്ഥിതിഗതികളൊക്കെ മാറി വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നെക്സ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഓൾ ഓവർ UAE നമ്മൾ കമ്പ്യൂട്ടർ സൂപ്പർ മാർക്കറ്റ്, ലൈക്ക് നമ്മളിപ്പം മസ്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തതുപോലെ കമ്പ്യൂട്ടർ സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഏതാണ്ട് ഒരു 250-300 എംപ്ലോയീസിനെ 250-300 എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്ന അതാണ് നമ്മുടെ പ്ലാനിങ്. നമുക്കിപ്പം നിലവിലുള്ള എംപ്ലോയീസിനും അതുപോലെ തന്നെ നമ്മൾ ഫ്യൂച്ചറിൽ ഹയർ ചെയ്യാൻ പോകുന്ന എംപ്ലോയീസിനും ഒരു ട്രെയിനിങ്
എന്നുള്ള ഒരു കൺസെപ്റ്റും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു സക്സസ്ഫുള്ളായിട്ട് ബിസിനസ് ചെയ്യുന്ന നമ്മളൊരു ഫേമാണ്. സെയിൽസ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ബെറ്റർ പെർഫോമൻസിൽ പോകുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പം മറ്റുള്ളവർക്ക് നമ്മുടെ ഒരു സിസ്റ്റം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. സഫർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ സഫർ ചെയ്യുന്ന ബിസിനസ്സിൽ അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഫീൽഡാണെങ്കിലും ഏതെങ്കിലും രീതിയിൽ സഫർ ചെയ്യുന്നവർക്ക് നമ്മുടെ ഈ ട്രെയിനിങ് കൊണ്ട് ഒരു ഉപകാരമാവുകയും, അതേപോലെ തന്നെ ഫ്യൂച്ചർ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ കോർ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഈ കോർ വാല്യൂസാണ് നമ്മുടെ മെസ്സേജിൽ മെയിനായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഈ കാര്യങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റും, നമ്മൾ തരുന്ന മോട്ടിവേഷൻ ട്രെയിനിങ് ആണെങ്കിലും അതേപോലെ തന്നെ ചലഞ്ചിങ് ട്രെയിനിങ് ആണെങ്കിലും ഇത് എങ്ങനെ നിങ്ങൾക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ കോർ വാല്യൂസ് കീപ്പ് ചെയ്യുകയും ആ ഒരു രീതിയിൽ നമ്മുടെ മെസ്സേജിനെ ഉൾക്കൊണ്ട് ആർക്കാണോ സഫർ ചെയ്യുന്ന ജോലി റിയലായിട്ട് സഫർ ചെയ്യുന്ന എംപ്ലോയീസിന്, ക്ലയൻസിന് we will give the opportunities. This is important our message. നമസ്കാരം, ജോബിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂരാണ്. നിലമ്പൂർ എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്കറിയാം ഒരുപാട് പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. അതിലുപരി ഫുഡ് കഴിക്കാനും ഫുഡ് കഴിപ്പിക്കാനും ഒരുപാട് ഇഷ്ടമുള്ള ആളുകളുള്ള നാടാണ്. ഞാനിങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് ഞങ്ങളൊരു ഓട്ടോയിൽ കയറിയിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ ചോദിച്ചിരുന്നു, ചേട്ടാ ഈ മിന്നൂസ് ഫുഡ് പ്രോഡക്റ്റിലേക്ക് പോകുന്ന വഴി, പിന്നെ നമ്മുടെ മിന്നൂസ് അല്ലേ, അത്രയ്ക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കമ്പനിയിലേക്കാണ് നമ്മൾ പോകുന്നത്. മിന്നൂസ് ഫുഡ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. നിലമ്പൂരിലെ മിന്നൂസിൻ്റെ ഫുഡിൻ്റെ രസക്കൂട്ട് തുടങ്ങിയിട്ട് ഏകദേശം 8 വർഷത്തെ യാത്രയായി. ഈ 8 വർഷത്തെ യാത്രക്കിടയിൽ അവർ ഒരുപാട് ഫുഡിൻ്റെ ക്രമങ്ങൾ നിലമ്പൂരുകാർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നും നമുക്ക് ചോദിച്ചറിയാം. ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് മിന്നൂസ് ഫുഡ് പ്രോഡക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ അരുൺ കുമാർ കെ എൻ ആണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു എക്സൈറ്റിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരുൺ കുമാർ കെ എൻ, മിന്നൂസിൻ്റെ MD ആണ്. മിന്നൂസ് മോളുടെ പേരാണ്. അവളുടെ എനിക്ക് ട്വിൻസാണ്. അപ്പോൾ മോളാണ് ഫസ്റ്റ് ഉണ്ടായത്. അപ്പോൾ അവളുടെ പേര് മിന്നൂസ് ഒരു കോമൺ പേരാണ്, എല്ലാ ജാതി മത വർഗ്ഗം ഇല്ലാതെ ഒരു കോമൺ പേരാണ്. മിന്നൂസ് എന്ന് ഫസ്റ്റ് ജനിച്ച കുട്ടി എന്ന രീതിയിൽ അവളുടെ പേരാണ് സ്റ്റാർട്ട് ചെയ്തത്. 7 വർഷം കഴിഞ്ഞു, അത് 8ാമത്തെ വർഷമാണ്. ഇപ്പോൾ പുതിയതായിട്ട് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് മാറ്റി നമ്മളിപ്പോൾ തുടങ്ങി. മിന്നൂസിൻ്റെ ബ്രാൻഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇഡ്ഡലി ദോശ ബാറ്റർ മാവാണ്. ഇഡ്ഡലി ദോശ മാവ്. പിന്നെ വെള്ളപ്പത്തിൻ്റെ ബാറ്റർ ഉണ്ട്, ചട്നിപ്പൊടി ഉണ്ട്, ഡ്രൈ ചട്നി പൗഡർ എന്ന് വേറെ ഐറ്റം ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് പാലപ്പമാണ്. പാലപ്പം വരാൻ പോകുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് സാമ്പാർ, ഇൻസ്റ്റൻറ്റ് ചിക്കൻ കറി, ഈ 3 ഐറ്റങ്ങൾ പുതിയത് വരാൻ പോകുന്നതാണ്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിലുപയോഗിക്കുന്ന അരിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നമ്മൾ മില്ലിൽ നിന്ന് ഡയറക്റ്റ് പോയി ശേഖരിക്കുകയാണ്. പൊള്ളാച്ചി പോയി അതിനുപയോഗിക്കുന്ന സ്പെഷ്യൽ അരി തന്നെയുണ്ട്. ആ അരി വാങ്ങിച്ച് അതിനുള്ള ഉഴുന്ന്, ഉലുവ, ഈ 3 മിശ്രിതമാണ് അതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ RO വാട്ടർ മിക്സ് ചെയ്ത് അമ്മയുടെ കൂട്ട് അതൊക്കെ ചെയ്ത് എത്രയും പെട്ടെന്ന് ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ബ്രാൻഡിങ് എന്നും ആ ക്വാളിറ്റി നമ്മുടെ മിന്നൂസിന് അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു കോട്ടം തട്ടിയിട്ടില്ല. എന്നും മിന്നൂസ് മുൻപന്തി തന്നെയാണ് ജനങ്ങളുടെ മുമ്പിൽ. മിന്നൂസിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ്. മിന്നൂസ് എന്ന സംരംഭം തുടങ്ങുന്ന സമയത്ത് വെറും 4 പേരെ സ്റ്റാഫായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 75-80 പേരോളം പേർക്ക്
ജോലി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംരംഭമായി മാറിയിട്ടുണ്ട്. ടീം മിന്നോസ് ഫുഡ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഈ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു എക്സൈറ്റിംഗ് എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് RJ ജോബി മസല. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 9714244457. മിന്നൂസിന്റെ റെഡി ടു കുക്ക് ഇഡ്ഡലി ദോശമാവും ചട്നിപ്പൊടിയും ഉണ്ടെങ്കിൽ ഉറപ്പാണ് ബ്രേക്ക്ഫാസ്റ്റ് നന്നാകും. മിന്നൂസ്, നിങ്ങളുടെ ഹൃദയം പോലെ പരിശുദ്ധമായത്. അറേബ്യൻ നാടുകൾക്ക് നവോന്മേഷം പകരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ചായ ഹൈ ടീ ഫൈൻ ക്വാളിറ്റി. Hello and welcome to Eurotravel's Visa Change Details. 90 days visa change rate is only 1299 dirhams and 30 days visa change rate is only 1049 dirhams. We assist you with your air ticket, hotel bookings and UAE tourist attractions. Contact us for more details. Wide variety of delicious dishes instantly. Sharavana Instant Cook. Quality without compromise. Gulf Brothers Hair Fixing. Wipe your baldness forever. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എഡ്യൂക്കേഷണൽ പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം എഡ്യൂക്കേഷണൽ പ്ലസിലുള്ളത് ചെമ്പക എഡ്യൂക്കേഷൻസിൻ്റെ ചെയർമാനും അഥീന എഡ്യൂക്കേഷൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള മിസ്റ്റർ VNP രാജ് സാറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഒരു വിദ്യാർത്ഥിയുടെ ബേസിക് ഹെൽത്താണ് അവൻ്റെ ബ്രെയിൻ വളർച്ചയെ വളരെയധികം സഹായിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അത് എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ട് ആ ഒരു കുട്ടിയുടെ ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് വാല്യൂ സിസ്റ്റം ഹോൾഡ് ചെയ്യാനായിട്ട്? നമ്മളെ ഹെൽത്തി ആക്കുന്നത് നമ്മൾക്ക് ഉള്ളിൽ തോന്നണം, ഹെൽത്തി ആകണം. സ്പോർട്സും വ്യായാമവും എക്സർസൈസും ഒക്കെ നമുക്ക് ഉള്ളിൽ തോന്നണം. ഡിസിപ്ലിൻ ഈസ് ഇൻബിൽറ്റ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇന്നർ സെൻസ് ഓഫ് ഡിസിപ്ലിനാണ്. എനിക്ക് തോന്നണം. എനിക്ക് തോന്നാതെ സ്കൂളിനും അധ്യാപകനും നിങ്ങളുടെ ഹെൽത്ത് തോന്നണമെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. ഒരു ദിവസത്തേക്ക് വേണമെങ്കിൽ നടക്കും, ഒരു ദിവസത്തിനപ്പുറം സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിച്ചെടുക്കുന്ന ഡിസിപ്ലിൻസ് അത് ഏതായാലും പെരുമാറ്റച്ചട്ടങ്ങളായാലും സ്വയം ഡിസിപ്ലിനായിട്ട് ജീവിക്കണമെങ്കിലും അത് ഒരിക്കലും നടക്കില്ല. ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇനി ഇതെങ്ങനെ നടത്താം? അതാണല്ലോ ചോദ്യം. വളരെ എളുപ്പമാണ്. സിഗരറ്റ് വലിക്കാൻ പാടില്ല. ഹെൽത്ത് നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളിൽ പോവാം. സിഗരറ്റ് വലിക്കുക, ഇന്നിപ്പോൾ സിഗരറ്റും അല്ല, കള്ളും കുടിക്കാൻ പാടില്ല, ഡ്രഗ്സും എടുക്കാൻ പാടില്ല. ഇതൊക്കെ ഇന്ന് സ്കൂളിൻ്റെ വലിയ വലിയ വിഷയങ്ങളാണ്. കാരണം ഇതെല്ലാം സ്കൂളിൽ കയറ്റിവിടാൻ ഇഷ്ടംപോലെ ആൾക്കാർ സ്കൂളിൻ്റെ 4 വശവും ഇങ്ങനെ നിൽക്കുകയാണ്, എപ്പോൾ ഇതൊന്ന് കയറ്റിവിടാമെന്ന്. കാരണം പാവം പിള്ളേരെ പറ്റിക്കാമല്ലോ. എങ്ങനെ നമുക്ക് കുട്ടികളെ സിഗരറ്റ് വലിയിൽ നിന്നും മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് എങ്ങനെ പിന്തിരിപ്പിക്കാം? ഉപദേശിച്ചിട്ടാ? ഇല്ല, സാറിനെ പേടിച്ചിട്ട് നടക്കുകയല്ല, സാറ് കാണാത്തപ്പോൾ ചെയ്യും. അപ്പോൾ കുട്ടിക്ക് ഉള്ളിൽ ഒരു ഇന്നർ സെൻസ് വരണം. അതെങ്ങനെ വരുത്തും? ഒരു സ്കൂളിലെ അധ്യാപകന് മാത്രമേ സാധിക്കൂ. എങ്ങനെ? ഉപദേശിച്ചിട്ടാ? ഉപദേശത്തിലൂടെ നടക്കത്തില്ല. ഇപ്പം ഞാനൊരു വിദ്യാർത്ഥിയാണെന്ന് വെച്ചോളൂ.
എന്നെ ഒരു ദിവസം എൻ്റെ അധ്യാപകൻ ക്യാൻസർ ആശുപത്രി കൊണ്ടുപോകുന്നു. തിരുവനന്തപുരത്ത് RCC ചെന്ന് ആ ക്യാൻസർ പേഷ്യൻസിനൊന്ന് കാണിക്കാമോ? ക്യാൻസർ അടിച്ച് ശസ്ത്രക്രിയ ചെയ്ത് വ്രണമരിച്ച് വേദനിച്ച് വിളിക്കുന്ന ഒരു 4 ക്യാൻസർ പേഷ്യൻറ്റിനെ ഞാൻ കണ്ടിട്ട് എൻ്റെ അധ്യാപകൻ പറയും, മോനെ സിഗരറ്റ്, കള്ള്, കഞ്ചാവ് ഇതൊക്കെ ഒരു കാലത്ത് കഴിച്ചുകൊണ്ടാണ് അവന് ക്യാൻസർ വന്നത്. അപ്പം ഞാൻ 100 ചോദ്യം ചോദിക്കും, അതെന്താ. അതിലൂടെ എല്ലാം എന്നെ കൊണ്ടുപോയാൽ എനിക്ക് ബോധ്യം, എൻ്റെ ആത്മാവിനൊരു ബോധ്യം വരും, ഈ സാധനങ്ങൾ ഇന്ന് കൊള്ളാമെങ്കിലും പിന്നെ എന്നെ രോഗിയാക്കും. പിന്നെ ഞാൻ സിഗരറ്റ് വലിക്കുമോ? പിന്നെ ഞാൻ കഞ്ചാവ് പിടിക്കാൻ പോവും? ഞാൻ കാണണം, എനിക്ക് അനുഭവം വരണം. അതേപോലെ തന്നെ ഓരോരോ ഒരു ഒബസിക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, മൊട്ട തടിയും വന്നിട്ട് അവിടെ കിടക്കുന്നു, നടക്കാൻ വയ്യാതെ. അപ്പം ഞാൻ എന്തു വിചാരിക്കും? ഞാൻ എൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ എന്നെ ഒന്ന് സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുപോവുക, എന്നെ ജിമ്മിൽ കൊണ്ടുപോവുക. ഒരു അധ്യാപകൻ്റെ ജോലിയാണ് ഈ ഈ കളിക്കാൻ വിടണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. കളിക്കാൻ വിടുന്നതിനകത്ത് പെട്ടതാണ് കളി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കലല്ല, പലയിടത്തും കൊണ്ടുപോവുക, വനനിരീക്ഷണ കേന്ദ്രത്തിൽ കൊണ്ടുപോവുക, ശസ്ത്രക്രിയാ സെൻറ്ററിൽ കൊണ്ടുപോവുക, സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോവുക, ഗവൺമെൻറ്റിൽ കൊണ്ടുപോവുക, മിനിസ്റ്റർമാരെ കാണിക്കുക. 100 പേരെ ഞാൻ കാണണം. അതിലൂടെ അവരിൽ അവർക്കുണ്ടായിട്ടുള്ള നന്മകളും ചീത്തകളും എല്ലാം എൻ്റെ മനസ്സിൽ എന്ന് ഞാൻ ഉൾക്കൊള്ളുന്നുവോ അന്ന് എൻ്റെ സ്വഭാവ രൂപീകരണം നടക്കും. അതിലെൻ്റെ ഫുഡ് ഹാബിറ്റ്സ് വരും, എൻ്റെ ഹെൽത്ത് ഹാബിറ്റ്സ് വരും, എല്ലാ ഹാബിറ്റും വരും. പക്ഷേ ഇതൊന്നും കാണിക്കാതെ മട്ട വെച്ച് അടവയ്ക്കുന്ന മാതിരി സ്കൂളിൽ കയറ്റിയിട്ടിട്ട് മോറൽ സയൻസ് പഠിപ്പിച്ചാൽ പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കലല്ലാതെ ആ കുട്ടി ഒരിക്കലും മോറലി നന്നാവുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഇന്നത്തെ എഡ്യൂക്കേഷണൽ പ്ലസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു. Hello and welcome to another segment with Aras Medical Devices Exclusive as we continue on our journey of exploring medical devices. My name is K.C. Babu from Aras Medical. Today we are going to introduce oxygen system which is using in the clinic. Clinic is always using a oxygen, but they are using a small cylinders. Small cylinder will not, we cannot extend for more than 1 hour. Depends upon the cylinder capacity. Also, it is you cannot use oxygen cylinder in the clinics bigger cylinders. Therefore, you can use a small cylinder which we are talking about, like oxygen 24 cubic feet or 12 cubic feet or E size or less than AX like this. But when you are talking about oxygen, oxygen is very useful to the patient. When there is an emergency, patient is coming in the clinic, we have to give oxygen to save the patient. Once you are using that cylinder, definitely it will finish quickly. Therefore, we need to have an automatic manifold system for the cylinders. This is the best system which we are providing at the moment for the clinical purpose. Either it can be manual manifold or automatic manifold or a semi-automatic manifold, which we can explain later on this stage. But at the moment today we are going to talk about the oxygen manual manifold, which you can use oxygen for the patient. Also you can use this for the suction for the patient. You can pass, there is ejector is there, the ejector can be given, give the pressure, automatically you get a vacuum here. Therefore you can use the vacuum for the ENT patient, or like if you wanted to do anything with a vacuum, you can use this system. This is one of the best system which you can use. You have a regulator coming from the oxygen cylinder. You can see the connection. There is a bull nose connection is there. Also there is a pin index connection is there. You can make this one is the high pressure. Almost 2000 psi will be there. Therefore, or 135 or 145 psi or 150 psi manifold or cylinder. But you cannot use directly. Therefore, you need to have the regulator.
This is actually a single stage regulator. You got left hand side, right hand side is there. You can use this one right hand side, you can use this one, you can open it, then it will be regulate because you can adjust the pressure. When that pressure is adjusted, it will go to the through the connection to this ejector. Then from there, you can see these flow meters. You got a suction flow meters is there. You can see the gauges. Also, you can see the oxygen flow meter, nebulizer with a face mask. You can connect to this one, the vacuum. You can connect it to this jar. From the jar, you got a trap is there. Then you got a filter is there. Then you can connect it to the patient for taking this suction usage. This is the one of the best system which you can use it in the clinic. When you talk about the clinical usage, there is only a minimum usage. Maximum is 1 hour. Therefore, we had to use this small oxygen manual for clinical purpose. Okay, thank you very much. Gulf Brothers Hair Fixing. Wipe your baldness forever. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 971-42 Wide variety of delicious dishes instantly. Sharavana Instant Cook. Quality without compromise. ഹായ്, ഞാൻ അപർണ ബാലമുരളി. ഞാൻ അസീസിയയിൽ കുറേ തവണ വന്നിട്ടുണ്ട്. മെയിനായിട്ട് നമ്മുടെ ഗ്രോസറീസ് വാങ്ങാനാണ് വന്നിരിക്കുന്നത്. അതല്ലാണ്ട് ഞാൻ ഭക്ഷണം കഴിക്കണത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ഇരുന്ന് വിശദമായിട്ട് ഭക്ഷണം കഴിക്കണം. എനിക്ക് തോന്നുന്നു ഇവിടെ കഴിക്കുമ്പോൾ നമ്മുടെ വയറ് മാത്രമല്ല മനസ്സും നന്നായി നിറയും. അതുമാതിരിയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതും. ഇവിടെയുള്ള എല്ലാവരുടെയും സർവീസ് ആണെങ്കിലും ഫുഡാണെങ്കിലും ടോപ്പ് ക്ലാസ് ആണ്. ദിസ് ഈസ് എ വണ്ടർഫുൾ ഹാൾ. ഭയങ്കര പീസ്ഫുള്ളാണ്. പിന്നെ എന്താ പറയുക, എല്ലാ വക ഫെസിലിറ്റീസ് ഉണ്ട്. ഗ്രേറ്റ് പാർക്കിംഗ് സ്പേസ്. പിന്നെ ഇവിടെ ഓർഗാനിക് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, വിച്ച് ഐ എം ആക്ച്വലി എ കസ്റ്റമർ ഓഫ്. ആൻഡ് ഓർഗാനിക് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. സോ ഗ്ലാഡ് ടു ബി ഹിയർ. ഞാനിപ്പോൾ അസീസിയ കൺവെൻഷൻ സെൻറ്ററിൽ അസീസിക്കയുടെ ഭാര്യ ഉണ്ടാക്കിയ സ്പെഷ്യലായിട്ടുള്ള വിഭവങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും വിസ്താരമായ ഒരു ഏരിയയാണ് ഇതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഭക്ഷണം അതിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാതിരിക്കാൻ വയ്യ. അത്രയ്ക്കും വെറൈറ്റി ആയിട്ടുള്ള ഫുഡും സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡുമാണ് ഇവിടെ ഞങ്ങൾക്ക് ലഭിച്ചത്. നല്ല ഓഡിറ്റോറിയം ആയിരുന്നു. കാരണം എത്രയും നല്ലൊരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ നടത്താൻ പറ്റിയ രീതിയിൽ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു, നമ്മൾ വീടിനകത്തെ നല്ല നമുക്കൊരു ഭയങ്കര ഫാമിലി മൂഡ് തോന്നുന്നു. അത്ര നല്ലൊരു ഓഡിറ്റോറിയമാണ്. ഞാൻ ആദ്യമായിട്ടാണ് അസീസിയ ഗാർഡൻസ് എന്നൊരു ഓർഗാനിക് സെൻറ്ററിൽ വരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിലൂടെ പോകുമ്പം ഈ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ശരിക്കും ഒരു അമേസിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്വപ്ന തുല്യമായ ഒരു സ്ഥലം തന്നെയാണ്.
അതിമനോഹരമായിട്ടുള്ള എല്ലാ ഏരിയാസും, റെസ്റ്റോറൻ്റ് ആകട്ടെ, ഷോപ്സ് ആകട്ടെ, പ്രോഡക്റ്റ്സ് ആകട്ടെ, എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും ഞാൻ ഇവിടുത്തെ ഒരു സ്ഥിരം സന്ദർശകയായിരിക്കും. ഞാനിപ്പോൾ കൊച്ചിയിൽ അസീസിയ ഗാർഡനിലാണ്. ഐ ഹാഡ് ഓസം ഫുഡ് ഫ്രം ഹിയർ ആൻഡ് ദ സ്പെഷ്യാലിറ്റി ഇസ് ദാറ്റ് ഇറ്റ് ഈസ് ഓർഗാനിക് ഫുഡ്. സോ ഇറ്റ്സ് സംതിങ് ദാറ്റ് യു ഡോണ്ട് ഗെറ്റ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഓർഗാനിക് ഫുഡ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബട്ട് ഹിയർ യു ഗെറ്റ് ലൈക്ക് റിയലി ഓസം ഓർഗാനിക് ഫുഡ് ഹിയർ ആൻഡ് ഇറ്റ്സ് പ്രിറ്റി ടേസ്റ്റി ഓൾസോ. അസീസിയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വന്നത്. ഫുഡ് ഭംഗിയായിട്ട് ആക്കി വെക്കുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കര ടേസ്റ്റായിട്ട് വെച്ചാൽ അത് വിളമ്പുന്നതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരാളുടെ മനസ്സിലേക്ക് കയറണമെങ്കിൽ ഫുഡിൽ കൂടെ വയറ്റിൽ കൂടെ കയറാൻ പറ്റുള്ളൂ. അതാണ് ഫുഡിൽ കൂടെ ആൾക്കാർ കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടല്ലോ. അതാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതാണ് ഫുഡ് ഹാസ് ടു ബി സെർവ്ഡ് വിത്ത് ലവ്. Shweta Vijay and I'm a YouTuber. I got here to Azizia Convention Center to celebrate my daughter's first birthday. I chose this place because, first of all, look at it. It's beautiful. The staff is very friendly. They're very accommodating. Look at the decorations as well. They did a top-notch job. Pinna nammalde food pariyumbo, it is like first class, okay, because if they're organic food they are known for it. So it's extremely tasty. The staff was extremely friendly. I had the best time celebrating my daughter's first birthday, and I'll definitely be celebrating a lot more occasions out here. If you're looking out for a place to celebrate your special day, Azizia Convention Center it is. ഇന്നത്തെ ഫോക്കസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട മെയിൽ ID focus123@gmail.com. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. Till then, this is Nisha Yusuf signing off. Focus. Presented by Gulf Brothers Hair Fixing. Wipe your baldness forever. And powered by Azizia Organic World. Aris Group Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. Co-powered by Aris Group in association with Pace Group, Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise.